CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ കെ മുരളീധരന് ആവേശകരമായ സ്വീകരണമൊരുക്കി പ്രവർത്തകരും നേതാക്കളും. DCCയുടെ നേതൃത്വത്തിലാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുരളീധരന് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആളില്ലാത്തതിനാൽ BJP പ്രവർത്തകരോട് ക്ഷോഭിച്ച് സുരേഷ് ഗോപി. നാളെ തന്നെ താൻ തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് ഭീഷണി. വെള്ളിക്കുളങ്ങരയിലെ ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ രോഷം. ഒരു നൂറ്റാണ്ട് പിന്നിട്ട് കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ നവീകരിക്കുന്നു. പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മാർച്ച് 12 ചൊവ്വാഴ്ച രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് AC മൊയ്തീൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴഞ്ഞി പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് അപകടം, യാത്രികന് പരിക്കേറ്റു. പോർക്കുളം സ്വദേശി 17 വയസ്സുള്ള ആദിത്യനാണ് പരിക്കേറ്റത്. കടവല്ലൂരിൽ പാതയോരത്തെ മൺകൂമ്പാരത്തിൽ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. അഗതിയൂർ സ്വദേശി 40 വയസ്സുള്ള രതീഷിനാണ് പരിക്കേറ്റത്. വേലൂർ ആശാരിമൂല കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേലൂർ ഡിവിഷനിലേക്ക് അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കടങ്ങോട് പഞ്ചായത്തിലെ 2ാം വാർഡ് ചിറമനേങ്ങാട് കണലിപ്പറയിൽ ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാതെ ഖനനം നടത്തിയ ഭൂ ഉടമയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇടം സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടു. സ്ഥലം സന്ദർശിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു ഇടം ഭാരവാഹികൾ. ചാലിശ്ശേരി പൂരത്തിന്റെ മനോഹരമായ ആകാശ ദൃശ്യം വൈറലാകുന്നു. 3 ജില്ലകളുടെ സംഗമസ്ഥാനത്ത് മേളത്തിന്റെയും തലയെടുപ്പുള്ള ഗജവീരക്കൂട്ടത്തിന്റെയും നാടൻ കലാരൂപങ്ങളുടെ എഴുന്നള്ളത്തിന്റെയും കാർണിവലിന്റെയും മനോഹരമായ ആകാശക്കാഴ്ചയാണ് തരംഗം തീർത്തത്. കുന്നംകുളത്ത് വാട്ടർ അതോറിറ്റി അധികൃതരുടെ അനാസ്ഥ. കുടിവെള്ളം പാഴായി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വാട്ടർ അതോറിറ്റി അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് കാണിയമ്പാൽ റോഡിലാണ് കുടിവെള്ളം പാഴായി വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. 27 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫയെ ഈ കാലയളവിൽ പരിശീലനം നേടിയ കായിക വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് ആദരിച്ചു. പുന്നിയൂർ മന്നലാങ്കുന്ന് GF UP സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ദ്വിദിന ക്യാമ്പിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി കടവല്ലൂർ വടക്കുമുറി മഹലിൽ നടന്നുവന്നിരുന്ന മജ്ലിസുന്നൂർ ദിക്ർ വാർഷികാഘോഷം സമാപിച്ചു. മഹൽ കമ്മിറ്റിയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് മജ്ലിസുന്നൂർ ദിക്ർ സംഘടിപ്പിച്ചത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള സെന്റ് മേരീസ് കുടുംബ യൂണിറ്റ് വാർഷികം ഉദ്ഘാടനം നടന്നു. അസബ ഫിലിം ക്ലബ് നിർമ്മിച്ച നോസ് എന്ന ഹ്രസ്വചിത്രം ആവിഷ്കാര മികവ് കൊണ്ടും പ്രമേയ വൈവിധ്യം കൊണ്ടും പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. വളയംകുളം അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ചിത്രത്തിന്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ളത്. പുന്നൂർക്കുളം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കനോലി കനാലിൽ സ്ലൂയിസ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കനാലിൽ നിന്നും കൃഷിയിടങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കയറുന്നത് തടയാനാണ് 11ഇടത്തായി പഞ്ചായത്ത് സ്ലൂയിസ് നിർമ്മിക്കുന്നത്. കോതച്ചിറ ആത്രശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബ്രഹ്മകലശത്തിനാവശ്യമായ വെള്ളിക്കുടവും 24 കലശപ്പാനികളും ആത്രശ്ശേരി ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമർപ്പിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ഏപ്രിൽ 14 ആരംഭിക്കുന്ന CSA അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഗാലറി നിർമ്മാണത്തിന് തുടക്കമായി. പെരുമ്പിലാവ് അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലെ അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ വാർഷികാഘോഷം മികവ് 2024 കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിസ്ട്രിക്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU EMS നഗർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വേലൂർ UDF മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ SFIയുടെ ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.